നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല. നിയമലംഘനങ്ങൾ കാണുന്ന KSRTC ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. കർശനമായിട്ട് ലൈസൻസ് റദ്ദാക്കുന്നുണ്ട്. KSRTCക്ക് പ്രത്യേക നിയമമില്ലെന്നും KSRTC ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നിയമലംഘനമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു സ്വകാര്യ ബസ്സിനെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത KSRTC ഡ്രൈവറുടെ ലൈസൻസ് അപ്പോൾ തന്നെ റദ്ദ് ചെയ്തതാണ്. ഇത്തരത്തിൽ ശക്തമായ നടപടികൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതൊരു പൗരനും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അത് RTOയ്ക്കോ അല്ലെങ്കിൽ അതാത് ജോയിന്റ് RTOമാർക്കോ അയച്ചു നൽകാവുന്നതാണ്. ഉറപ്പായും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയാൽ നടപടിയെടുക്കുമെന്നാണ് ഗതാഗത മന്ത്രി ഉറപ്പ് നൽകുന്നത്. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല. നിയമലംഘനങ്ങൾ കാണുന്ന KSRTC ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. കർശനമായിട്ട് ലൈസൻസ് റദ്ദാക്കുന്നുണ്ട്. KSRTC ജീവനക്കാരുടെ ലൈസൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്ത് ഒരു സഹോദരി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് വശത്തൂടെ വണ്ടി ഓടിച്ചുപോയി. ഈ ദൃശ്യം കണ്ട ഉടൻ തന്നെ KSRTC ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഈ നിയമം എല്ലാവർക്കും ബാധകമാണ്. KSRTCക്ക് വരെ നിയമമൊന്നുമില്ല. KSRTCക്കും ഈ നിയമം ബാധകമാണ്. നിങ്ങൾക്ക് എടുക്കുന്ന വീഡിയോ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രദേശത്തെ RTOയ്ക്കോ ജോയിന്റ് RTOയ്ക്കോ ആ നമ്പർ കണ്ടെത്തി അയച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് പല ആളുകൾ കൃത്യമായി അറിയുന്നില്ല, സാധാരണക്കാര്. നിങ്ങളോട് പറയല്ല, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിത് നേരെ കൊടുക്കാമെങ്കിൽ എല്ലാവരും അറിയും. നിങ്ങൾ കേട്ടുകൊണ്ട് പോയിട്ട് ഇത് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ ആരും അറിയത്തില്ല. ഇതൊന്ന് കൊടുക്കൂ. നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെ അയച്ചാൽ ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് കൊടുക്കണ്ട. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ പറയുക, ഇത്തരത്തിൽ വണ്ടി ഓടിച്ചു പോയാൽ വീഡിയോ എടുക്കുകയും RTOയുടെ നമ്പർ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും, അതിനകത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ അവർ നടപടി എടുക്കുന്നത് ദയവ് ഇത് നിങ്ങളങ്ങ് അനൗൺസ് ചെയ്താൽ മതി. നിങ്ങളെന്ന് എഴുതി കാണിച്ചാലും മതി, ജനങ്ങളത് ചെയ്തോളൂ. സംസ്ഥാനത്ത് പല സ്ഥലത്തും ലൈസൻസ് ഇല്ലാത്ത ചെറിയ കുട്ടികൾ വാഹനം ഓടിക്കുകയും അല്ലെങ്കിൽ ബൈക്ക് റേസിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. അതല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയോ പോലീസിനെയോ ഇത്തരം എല്ലാ സ്ഥലങ്ങളിലും വിന്യസിക്കുക എന്നുള്ളതും അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് ഭാഗത്തുള്ള പൊതുജനങ്ങൾക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്താവുന്നതാണ്. അങ്ങനെ അത്തരം ദൃശ്യങ്ങൾ, നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അത് അതാത് സ്ഥലത്തുള്ള RTOമാർക്കോ അല്ലെങ്കിൽ ജോയിന്റ് RTOമാർക്കോ അയച്ചു നൽകാവുന്നതാണ്. ഇങ്ങനെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയാൽ, അതായത് ആ നിയമലംഘനം നടത്തുന്ന വാഹനത്തിന്റെ നമ്പർ വ്യക്തമായി കിട്ടുന്ന തരത്തിൽ വേണം ദൃശ്യങ്ങൾ പകർത്താൻ. അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തി RTOമാർക്ക് അയച്ചു നൽകിയാൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പ് നൽകുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ ഇത്തരത്തിൽ ദൃശ്യം അയച്ചു നൽകിയിട്ട് നടപടി എടുക്കുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ താൻ നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. വളരെ ശക്തമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുകൂടി ഒരു സഹകരണം ആവശ്യമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വാഹനങ്ങളുടെ മുൻഭാഗങ്ങളിൽ ഘടിപ്പിക്കുന്ന അനധികൃത ലൈറ്റുകളെ കുറിച്ചാണ്. ഇത്തരം മുഴുവൻ ലൈറ്റുകളും നീക്കം ചെയ്യണമെന്നുള്ളത് ഹൈക്കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നതാണ്. അതിന് സാവകാശവും നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും പല വാഹനങ്ങളിലും ഇത്തരം ലൈറ്റുകൾ നീക്കം ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. നീക്കം ചെയ്യാത്ത അനധികൃതമായി ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റുകൾക്ക് ഓരോ ലൈറ്റിനും 5000 രൂപ വീതം പിഴ ചുമത്താനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ അതിനുശേഷം വീണ്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നിർദ്ദേശം നൽകിയതാണ്. ഇത്തരത്തിൽ അനധികൃതമായ ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ പിഴ ചുമത്തണം, അഴിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയതാണ്. എങ്കിൽ പോലും ഇപ്പോഴും ചില സ്ഥലത്ത് ഇത്തരത്തിൽ അനധികൃതമായ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും വാഹനത്തിൽ ഇത്തരത്തിൽ അനധികൃതമായ ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇനിയും അഴിച്ചിട്ടില്ല എങ്കിൽ അത്തരം വാഹനങ്ങൾ കണ്ടാൽ അത് ഏത് RTOയുടെ പരിധിയിൽപ്പെടുന്ന വാഹനമാണോ ആ RTOയ്ക്കെതിരെ, ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ഒരു ഉത്തരവ് നൽകിയാൽ അത് പാലിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അതിൽ അലംഭാവം കാണിക്കാൻ പറ്റില്ല. ഒരു തരത്തിലും ഇതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് KB ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്, സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ബസ്സുകളിലേക്ക് വരികയാണെങ്കിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു, KSRTC ബസ്സുകൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉയർന്നു വരുന്നതാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ അവസരത്തിലാണ് അത്തരത്തിലൊരു വേർതിരിവില്ല എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. നിയമത്തിന് മുൻപിൽ സ്വകാര്യ ബസ്സാണെങ്കിലും KSRTC ബസ്സാണെങ്കിലും തുല്യമാണെന്നും
എല്ലാവർക്കും എതിരെ ഒരേപോലെ തന്നെ നടപടിയെടുക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. KSRTC ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നിയമലംഘനങ്ങൾ ഉണ്ടായാൽ, തെറ്റുകൾ സംഭവിച്ചാൽ സ്വാഭാവികമായും ഏതൊരു പൗരനും അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്താവുന്നതാണ്. അങ്ങനെ പകർത്തി അതാത് പ്രദേശത്തെ RTOമാർക്കോ ജോയിന്റ് RTOമാർക്കോ വാട്സപ്പിലൂടെ അയച്ചു നൽകാം. അങ്ങനെ അയച്ചു നൽകിയാൽ ഉറപ്പായും നടപടി എടുത്തിരിക്കുമെന്നുള്ളതാണ് ഇന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ആവശ്യമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ഏതൊരു ഉദ്യോഗസ്ഥന്റെയും ഏത് സ്ഥലത്തെ RTOയുടെ ആണെങ്കിലും ജോയിന്റ് RTOയുടെ ആണെങ്കിലും നമ്പറുകൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. അത്തരത്തിൽ നമ്പറുകൾ എടുത്ത നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അയച്ചു കൊടുക്കുക എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.